ഓക്കെ, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഒന്ന് റെഡി ആക്കിയതാണ് കേട്ടോ. ഓക്കെ, അപ്പോ സേഫ് യൂസ് ഓഫ് റെഗുലേറ്റേഴ്സ് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് അടുത്ത സെക്ഷൻ തുടങ്ങുന്നത്. അപ്പോ റെഗുലേറ്റർ എല്ലാവർക്കും കേട്ടിട്ടുള്ള ഒന്നായിരിക്കുമല്ലോ. എവിടെയാണ് നിങ്ങൾ വീട്ടില് നിങ്ങളുടെ വീടുകളിൽ റെഗുലേറ്റർ കണ്ടിട്ടുണ്ടാകും അല്ലെ? എവിടെയാണ് നമ്മൾ റെഗുലേറ്റർ കാണുന്നത്? എവിടെയാണ് റെഗുലേറ്റർ? ഫാന് അല്ലെ? എല്ലാവരുടെ വീട്ടില് ഫാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ഫാനിന് നമ്മൾ റെഗുലേറ്റർ ഉണ്ട്. എന്തിനു ഗ്യാസ് സിലിണ്ടർ ഉണ്ട്. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ ആണ്. കോമൺ ആയിട്ട് ടീച്ചർ ചോദിച്ചതാണ്. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് റെഗുലേറ്റർ നമ്മൾ വെച്ചിരിക്കുന്നത്? എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ അതിന്? റെഗുലേറ്ററിന് യൂസസ് ആൻഡ് ഓഫേഴ്സ് എന്താണ്? റെഗുലേറ്ററിന് ചുമ്മാ ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണോ? കൺട്രോൾ ചെയ്യാൻ അല്ലെ? നമുക്ക് ഫാനിന്റെ സ്പീഡ് കൂട്ടാം, കുറയ്ക്കാം, ഒന്നിലിടാം, രണ്ടിലിടാം, മൂന്നിലിടാം അല്ലെ? നമുക്ക് സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. സോ സെയിം അതുപോലെ തന്നെയാണ് മെഡിക്കൽ ഗ്യാസ് സിലിണ്ടറിലും നമ്മൾ റെഗുലേറ്റർ ഉപയോഗിക്കുന്നു. അവിടെയും എന്തിനു വേണ്ടിയിട്ടായിരിക്കും റെഗുലേറ്റർ ഉപയോഗിക്കുന്നത്? മെഡിക്കൽ ഗ്യാസിൽ ഗ്യാസിന്റെ പ്രഷർ അല്ലെ? അതായത് ആ ഒരു മർദ്ദത്തിന് നമ്മൾ കൺട്രോൾ ചെയ്യാനും കുറയ്ക്കാനും കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്, കൃത്യമായിട്ടുള്ള അളവില് പേഷ്യന്റിലേക്ക് മെഡിക്കൽ ഗ്യാസ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലേറ്റർ ഉപയോഗിക്കുന്നത്. നോക്കാം, വായിച്ചു നോക്കാം കേട്ടോ. A regulator is a device that accepts gas at a high pressure and lessen it to a much lower working pressure. Pressure എന്നാക്കാം കേട്ടോ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പ്രസിൻ ആണോ കിടക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റില്? പ്രസിൻ അല്ലേ കിടക്കുന്നത്? ഓക്കെ, പ്രഷർ എന്നാക്കാം കേട്ടോ. പ്രഷർ. ഓക്കെ, ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. എന്താണ് റെഗുലേറ്റർ എന്ന്? A regulator is a device that accepts gas at a high pressure and lessen into a much lower working pressure. Regulator എന്ന് പറയുന്നത് ഒരു ഡിവൈസ് ആണ്, ഒരു ചെറിയൊരു ഡിവൈസ് ആണ്. നമുക്ക് പ്രഷറിനെ ഹൈ പ്രഷറിലേക്കും അതുപോലെ തന്നെ എന്താണ് വളരെ കുറഞ്ഞൊരു പ്രവർത്തനം അല്ലെങ്കിൽ പ്രഷറിലേക്ക് മാറ്റാൻ സാധിക്കുന്ന ഒരു ഡിവൈസ് അല്ലെ? സ്പീഡ് വേണമെങ്കിൽ കൂട്ടാം, ഹൈ ആക്കാം, സ്പീഡ് വേണമെങ്കിൽ ലെസൺ ചെയ്യാം, കുറയ്ക്കാം. നമ്മൾ ഫാനിന് അങ്ങനെ തന്നെയല്ലേ? ഫാനിന്റെ സ്പീഡ് കൂട്ടുകയും ചെയ്യാം, നമുക്ക് ആവശ്യാനുസരണം കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്തു എല്ലാവരും റെഗുലേറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ റെഗുലേറ്റർ. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. അപ്പൊ റെഗുലേറ്ററിനെ കുറിച്ചിട്ടുള്ള സേഫ് യൂസ് ഓഫ് റെഗുലേറ്റർ ആണ് നമ്മൾ പറയുന്നത് പോയിന്റ്സ് ആണ്. എങ്ങനെയാണ് മെഡിക്കൽ ഗ്യാസിൽ ഉപയോഗിക്കുന്ന റെഗുലേറ്ററിന്റെ ശരിയായ സുരക്ഷിതമായിട്ടുള്ള ഉപയോഗം? റെഗുലേറ്റേഴ്സ് ആർ ഗ്യാസ്. ഗ്യാസ് എന്നാണ് GAS എന്നാക്കാം. യു ആണ്, അതൊരു എ പോലെ ഒന്നാക്കിയിടാം. ഓക്കെ, regulators are gas specific. Be sure to use the proper regulator for the gas tank in the cylinder. സിലിണ്ടറിലെ ഗ്യാസ് ടാങ്കിന്, അതായത് നമ്മളുടെ ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന സിലിണ്ടർ ഉണ്ടല്ലോ, അതിന്റെ ഗ്യാസ് ടാങ്കിന് പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റർ തന്നെ ഉപയോഗിക്കണം. ചിലപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ ഫാനൊക്കെ കംപ്ലൈന്റ് വരുമ്പോൾ, റെഗുലേറ്റർ കംപ്ലൈന്റ് ആവുമ്പോൾ പുതിയ റെഗുലേറ്റർ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരും അല്ലേ? ചിലപ്പോൾ അതിന് സ്യൂട്ട് ആവില്ല റെഗുലേറ്റർ, ചിലപ്പോൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ളതായിരിക്കില്ല. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ സിലിണ്ടറിൽ ഘടിപ്പിക്കുന്ന റെഗുലേറ്റർ പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റർ ആയിരിക്കണമെന്ന്. കറക്റ്റ് ആ ഒരു അതിന് യോജിച്ചതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം റെഗുലേറ്റർ വാങ്ങിക്കുക. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ്, ബിഫോർ അറ്റാച്ചിങ് ദ റെഗുലേറ്റർ ടു എ സിലിണ്ടർ always check the regulator. If the connection do not fit together neatly, the wrong regulator is being used. Before attaching regulator to a cylinder, സിലിണ്ടറില് നമ്മൾ റെഗുലേറ്റർ അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് ഓൾവേസ് ചെക്ക് ദ റെഗുലേറ്റർ. റെഗുലേറ്റർ ചെക്ക് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റെഗുലേറ്റർ നമ്മൾ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. If the connection do not fit together, readily the wrong regulator is being used. ഇനി നമ്മൾ റെഗുലേറ്റർ കണക്ട് ചെയ്തപ്പോൾ അത് ഫിറ്റ് അല്ല എങ്കിൽ, അതായത് കറക്റ്റ് അല്ല എങ്കിൽ, അതിനർത്ഥം അത് റോങ് റെഗുലേറ്റർ ആയിരിക്കും അല്ലെ? ഇപ്പൊ നമുക്കറിയാം, നോർമലി ഇപ്പൊ നമ്മള് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ബോട്ടിൽ, വെള്ളം കുടിക്കുന്ന ഒരു ബോട്ടിൽ എടുക്കാം. ദെൻ നമ്മൾ അതിന്റെ ടോപ്പ് അടപ്പനുണ്ടല്ലോ, അതിപ്പോ പോയി ഇപ്പൊ വേറൊരു അടപ്പൻ നമ്മൾ ഇട്ട് നോക്കി, അത് ടൈറ്റ് ആവണില്ല. എത്ര നമ്മൾ അടക്കാൻ ശ്രമിച്ചിട്ടും അത് ലൂസായി കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടോപ്പ് അല്ല എന്നാണ് അല്ലേ? ആണോ? നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പ് ഇട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവോ? കറക്റ്റ് ടോപ്പ് അല്ല നമ്മൾ അടക്കുന്നതെങ്കിൽ അത് ടൈറ്റ് ആവില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? അത് അതിന്റെ ശരിയായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടോപ്പ് അല്ല എന്നാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, സിലിണ്ടറിൽ നമ്മൾ റെഗുലേറ്റർ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ഫിറ്റ് ആകുന്നില്ല എങ്കിൽ അതിനർത്ഥം അത് റോങ് ആയിട്ടുള്ള
തെറ്റായിട്ടുള്ള അതിന് പ്രോപ്പർ ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള റെഗുലേറ്റർ അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. Then at the point there, before regulator is removed from a cylinder, close the cylinder and release all pressure from the regulator. Before a regulator is removed from a cylinder, ആ ലൈൻ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞേക്ക് കേട്ടോ. ബിഫോർ വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കാണ്, ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നോക്കാം. ബിഫോർ റെഗുലേറ്റർ ഈസ് റിമൂവ്ഡ് ഫ്രം സിലിണ്ടർ, സിലിണ്ടറിൽ നിന്നും അല്ലെ, അതായത് റെഗുലേറ്റർ നീക്കം ചെയ്യുന്നതിന് മുൻപായിട്ട് സിലിണ്ടർ എന്ത് വേണം, ക്ലോസ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ റെഗുലേറ്റർ നീക്കം ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണ്, ചിലപ്പോൾ പ്രഷറൊക്കെ ഉണ്ടാകും, ചിലപ്പോ ഗ്യാസ് ആണല്ലോ, സോ പ്രഷറൊക്കെ വന്ന് പെട്ടെന്ന് വല്ല തീ പടരാനൊക്കെ ചാൻസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ലീക്കേജ് ഒക്കെ വരാം. അതിനാൽ എന്ത് വേണം, റെഗുലേറ്റർ നീക്കം ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ സിലിണ്ടർ ആദ്യം ക്ലോസ് ചെയ്യാം. സിലിണ്ടർ ഒക്കെ ക്ലോസ് ചെയ്തിട്ട് റെഗുലേറ്റർ നീക്കം ചെയ്യാൻ പാടുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റൗവ് നിങ്ങൾ ആദ്യം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമല്ലേ താഴെ ഗ്യാസ് ഓഫ് ആക്കുന്നത്. നൈറ്റ് കിടക്കാൻ നേരത്തൊക്കെ കുറച്ചുപേരൊക്കെ പറഞ്ഞല്ലോ, ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്തിട്ടല്ലേ കിടക്കുന്നത്, ആണോ? കുറച്ചുപേര് അങ്ങനെ ഡെയിലി ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും ഉണ്ടോ? കുറച്ചുപേരുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ ആദ്യം ഗ്യാസ് സിലിണ്ടർ, ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തിട്ടാണോ ഇത് ഓഫ് ചെയ്യുന്നത്? അല്ല, നമ്മൾ ആദ്യം എന്ത് ചെയ്യും, സ്റ്റൗവിലെല്ലാം ഓഫ് ചെയ്തതിനു ശേഷം മാത്രമേ ഗ്യാസ് സിലിണ്ടറിന്റെ താഴെ നമ്മൾ ക്ലോസ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് നോക്കാം. Regulators shall be removed from the cylinder during transport. അല്ലേ, അതായത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സിലിണ്ടർ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുമല്ലോ, ആ ഒരു ടൈമിൽ റെഗുലേറ്റർ റിമൂവ് ചെയ്തിരിക്കണം. ആ ടൈമിൽ റെഗുലേറ്റർ വേണ്ടാന്ന്, കാരണം വർക്കിംഗ് അല്ലല്ലോ, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ അത് വർക്കിംഗ് അല്ല. സോ നമുക്ക് റെഗുലേറ്റർ ആ ഒരു ടൈമിൽ റിമൂവ് ചെയ്യാം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സേഫ് യൂസ് ഓഫ് റെഗുലേറ്റേഴ്സ് ഒരു മെഡിക്കൽ ഗ്യാസ് സിലിണ്ടറിൽ എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് ഒരു റെഗുലേറ്റർ ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ പോയിന്റ്സിലൂടെ പഠിച്ചത്. ക്ലിയർ ആണോ എല്ലാ പോയിന്റ്സും? ഓക്കെ ആണോ? സിമ്പിൾ ആണ്. നമ്മളുടെ വീട്ടില നമ്മൾ ഉപയോഗിക്കുന്ന പാചക സിലിണ്ടർ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. അല്ലേ, വായിച്ചു നോക്കാം കേട്ടോ. ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിക്കാം. വായിച്ചതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. ഫസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം. അണ്ടർലൈൻ ചെയ്തല്ലോ ഓൾറെഡി. തേർഡ് പോയിന്റ് ആണോ? തേർഡ് പോയിന്റ് പറയുന്നത്, നമ്മൾ റെഗുലേറ്റർ സിലിണ്ടറിൽ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഫിറ്റ് ചെയ്യുമ്പോൾ, അത് കണക്ട് ചെയ്യുമ്പോൾ അത് ഫിറ്റ് അല്ലെങ്കിൽ ടൈറ്റ് അല്ലെങ്കിൽ എന്താണ് അതിനർത്ഥം, അത് റോങ് ആയിട്ടുള്ള റെഗുലേറ്റർ ആയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ കുപ്പിയുടെ അടപ്പൻ ഉണ്ടാക്കുമ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള അടപ്പനല്ല എങ്കിൽ അത് ടൈറ്റ് ആകില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, റെഗുലേറ്റർ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ഫിറ്റ് അല്ലെങ്കിൽ അതിനർത്ഥം അത് റോങ് റെഗുലേറ്റർ ആയിരിക്കും. സെക്കൻഡ് പോയിന്റ് നോക്കി, റെഗുലേറ്റർ സ്പെസിഫിക് പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റർ തന്നെ യൂസ് ചെയ്യാവുന്ന. ഓക്കെ, പ്രോപ്പർ തന്നെയാണോ, അതിന് ആപ്റ്റ് ആയിട്ടുള്ള റെഗുലേറ്റർ ആണോ എന്ന് തന്നെ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം വാങ്ങിക്കാവുന്ന. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ചിലപ്പോൾ നിങ്ങൾ ചെയ്യാൻ തന്നിരിക്കുന്ന സെന്റൻസുകൾ ചിലപ്പോൾ ഇച്ചിരി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. കുഴപ്പമില്ല, ഡൗട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ എല്ലാ പോയിന്റ്സ്? നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഓൾറെഡി. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ദാറ്റ് ഈസ് PPE. എപ്പോഴും എക്സാമിനൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് PPE, അല്ലെ? അപ്പൊ അത് എല്ലാ മൊഡ്യൂൾസിലും എനിക്ക് തോന്നുന്നു എല്ലാ മൊഡ്യൂളിലും വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നാണ് നോക്കുന്നത്. ബി ഡ്രസ്ഡ് ഇൻ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വെൻ ഡിസ്ചാർജിങ് എന്നുള്ളത് വെട്ടിക്കൊണ്ട് നിങ്ങൾ പെർഫോമിംഗ് എന്നാക്കാം. ലാബിൽ പ്രവർത്തിക്കുമ്പോൾ പെർഫോം ചെയ്യുന്നില്ല നമ്മൾ അവിടെ, ഡിസ്ചാർജ് അല്ലാലോ, പെർഫോമിംഗ് എന്നാക്കാം കേട്ടോ. പെർഫോമിംഗ് നമ്മളൊരു ലബോറട്ടറിയിലും ലാബിലൊക്കെ പെർഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ PPE ധരിക്കുന്നത്. പെർഫോമിംഗ്. Okay, be dressed in proper personal equipment when discharging lab. Operation task that involves compressed gases. നമ്മൾ കംപ്രസ്ഡ് ഗ്യാസസുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തെല്ലാമാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കേണ്ടത്? അണ്ടർലൈൻ ചെയ്യണ ഏതൊക്കെയാണെന്ന്. ലോങ് സ്ലീവ്ഡ് ലാബ് കോട്ട്, ഫുൾ സ്ലീവ് ആയിട്ടുള്ള ലാബ് കോട്ട് ധരിക്കുക. ലോങ് പാൻസ് കവേർഡ് ടു ഷൂസ് എന്ന് വെച്ചാൽ എന്താണ്? ലോങ് പാൻസ് കവേർഡ് ടു വലിയ മീൻസ് കവർ ചെയ്തിരിക്കുന്ന ഷൂസ് ധരിക്കുക. സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് ഗ്ലൗസസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു കംപ്രസ്ഡ് മെഡിക്കൽ ഗ്യാസസ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ ഒരു സ്റ്റാഫുകള് ധരിച്ചിരിക്കേണ്ട പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? എന്തെല്ലാമാണെന്ന് ചിലപ്പോ എക്സാമിന് ചോദിക്കോ കേട്ടോ, അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി വായിക്കാനില്ലല്ലോ അത്. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റാഫ്. അവിടെ ഹോസ്പിറ്റലില് അല്ലെങ്കിൽ മെഡിക്കൽ ഗ്യാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ്, ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അതില് ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസേഴ്സ് ആർ ടു. സൂപ്പർവൈസേഴ്സിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന്, അതായത് ഒരു മെഡിക്കൽ ഗ്യാസ് ആ ഒരു സെക്ഷനിലുള്ള സൂപ്പർവൈസേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പോയിന്റുകളാണ്, ഓരോ പോയിന്റും ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമുക്ക് മൂന്ന് പോയിന്റ് ആയിട്ട് പറയാം. കുറച്ച് പോയിന്റ്സുകൾ അധികം ഉണ്ട്, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അതിനൊന്ന് ഡിവൈഡ് ചെയ്ത് പറയാം. നോക്കാം. ഫസ്റ്റ് വൺ, make sure that staff in their charge receive appropriate training specific to the compressed gas they handle and use. അതായത് എന്തൊക്കെയാണ്? ഈ കംപ്രസ്ഡ് ഗ്യാസ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള എന്താണ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും അവിടെയുള്ള സ്റ്റാഫിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക സൂപ്പർവൈസർ. ഓക്കെ, അതായത് സ്റ്റാഫുകൾക്ക് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് ആണോ, അല്ലെങ്കിൽ അവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിയുമോ, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്സ് ഒക്കെ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് സൂപ്പർവൈസ് ചെയ്യണില്ലേ, അതായത് സ്റ്റാഫിനെ മേൽനോട്ടം വഹിക്കുന്നു, അവർക്ക് ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്സ് ഒക്കെ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സെക്കൻഡ് വൺ, മേക്ക് ഷുവർ ദാറ്റ് compressed gas are used only for their intentional purpose and in accordance with defined procedures and rules. Intentional, എന്താ intentional use എന്ന് പറഞ്ഞാൽ? intentional use, intentional എന്ന് വെച്ചാൽ ആവശ്യത്തിന്, അതായത് അതിനുള്ള ഉദ്ദേശത്തിനനുസരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഒരു രോഗിക്ക് ഓക്സിജൻ സിലിണ്ടർ, ഇപ്പൊ COPD ഉള്ള പേഷ്യന്റിന് നമ്മൾ ഓക്സിജൻ ആണ് കൊടുക്കുന്നത്. അപ്പോ അതിന് കൃത്യമായിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓക്സിജൻ തന്നെയാണ് കൊടുക്കേണ്ടത്. സോ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ ശരിയായ ഉപയോഗത്തിന് വേണ്ടി, ഇന്റൻഷണൽ വെച്ചാൽ ശരിയായ ഉപയോഗം അല്ലെങ്കിൽ ഉദ്ദേശിച്ച ആ ഒരു ഉപയോഗത്തിന് വേണ്ടി തന്നെയാണോ നമ്മൾ കൊടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഇൻ അക്കോർഡൻസ് വിത്ത് ഡിഫൈൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ്. അതിന്റെ പ്രൊസീജിയർ, നടപടിക്രമങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അനുസൃതമായിട്ട് നമ്മൾ എന്ത് വേണം? കറക്റ്റ് യൂസിനുള്ള മെഡിക്കൽ ഗ്യാസ് ഏതാണോ അത് പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ്. കൃത്യമായിട്ട് അവര് ആ ഒരു കൊടുക്കേണ്ട മെഡിക്കൽ ഗ്യാസ് തന്നെയാണോ കൊടുക്കുന്നത്, അതിന്റെ നടപടികളൊക്കെ അനുസരിച്ചുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എല്ലാം ഉറപ്പുവരുത്തുന്നതാണ്, അതായത് പോയി മേൽനോട്ടം വഹിക്കുന്നതാണ് അല്ലേ? ഓരോ സ്റ്റാഫുകളും ഓരോ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ടോ, ഒരു മേൽനോട്ടം വഹിക്കുകയാണ്, സൂപ്പർവിഷനാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. മേക്ക് ഷുവർ
സേഫ്റ്റി ഡാറ്റ ഷീറ്റ് SDS നമ്മൾ പറഞ്ഞില്ലേ MSDS ഓർമ്മയുണ്ടോ? MSDS ഓർമ്മയുണ്ടാവും, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഓർക്കണില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് MSDS? അതുപോലെ തന്നെ MSDS തന്നെയാണ് കേട്ടോ ഇതും. സേഫ്റ്റി ഡാറ്റ ഷീറ്റ്, അതായത് സേഫ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് അത് മെഡിക്കൽ ഗ്യാസ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് അതിന്റെ ആ ഒരു ഷീറ്റ്. Then that is applicable emergency response plan, ERP. underline ചെയ്യാ SDS and ERP. okay, ERP എന്ന് പറഞ്ഞാൽ എമർജൻസി റെസ്പോൺസ് പ്ലാൻസ്. അതായത് ഇതുപോലെ എമർജൻസി ആയിട്ട് എന്തെങ്കിലും മോഡൽ സംഭവിക്കുകയാണെങ്കിൽ സഡൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഷീറ്റ് ആണത്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശങ്ങളൊക്കെ പറയുകയും അല്ലെങ്കിൽ അപകടം സംഭവിക്കുമ്പോൾ എന്തെങ്കിലും റിസ്ക് ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോ എമർജൻസി പ്ലാനും then safety data sheet or other relevant literature, അതായത് മറ്റ് എന്താണ് യൂസർ മാനുവലൊക്കെ പോലുള്ള ചെറിയ ബുക്സുകളും കാര്യങ്ങളും ക്വിക്ലി അവൈലബിൾ ടു സ്റ്റാഫുകളുടെ അരികില് പെട്ടെന്ന് തന്നെ എത്തിയിരിക്കണം. സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ഉണ്ട്. ഓക്കെ, എന്ത് പറ്റി കാണുന്നില്ല എന്ന് പറഞ്ഞത്? ഓക്കെ ആണോ? കാണാം. ഓക്കെ, ഒരാൾക്ക് മാത്രമാണോ? ഇപ്പൊ ഓക്കെ ആയി. ഓക്കെ, ശരി നോക്കാം കേട്ടോ. അപ്പോ എന്താണ് മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത്? SDS സേഫ്റ്റി ഡാറ്റ ഷീറ്റും അതുപോലെ തന്നെ എമർജൻസി റെസ്പോൺസ് പ്ലാനും ഇതെല്ലാം സ്റ്റാഫിന്റെ അരികിൽ പെട്ടെന്ന് വേഗത്തിൽ ലഭ്യമായിരിക്കണം എന്ന്. അതായത് നമ്മളിപ്പോ ഇത് വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ അരികിൽ ഇത് ഉണ്ടായിരിക്കണം. SDS ERP ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും ഫുൾ ഫോം ERP ആൻഡ് SDS. ഓക്കെ, ഫസ്റ്റ് 3 പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ 3 പോയിന്റ്? നാലാമത്തെ പോയിന്റ് കൂടി വായിച്ചതിന് ശേഷം ഒന്ന് വായിപ്പിക്കാം. നാലാമത്തെ പോയിന്റ് നോക്കാം. പ്രൊവൈഡ് സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് വിത്ത് നെസസറി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്. സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും വിസിറ്റേഴ്സ് ഒക്കെ വരികയാണെങ്കിലും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് ധരിക്കാനായിട്ട് അവർക്കത് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് അടുത്തൊരു കുഞ്ഞു പോയിന്റ് ആണ്, അതുകൂടി നോക്കാം. പ്രൊവൈഡ് ആക്ട് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ് എന്നാണ്, സ്റ്റാൾ എന്നാണ്, സ്റ്റാഫ് എന്നാക്കാം. സെന്റൻസ് നോക്കിയോ? പ്രൊവൈഡ് ആക്ട് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ്. സ്റ്റാൾ എന്നാണ് കിടക്കുന്നത്, സ്റ്റാഫ് ആക്കാം. അതായത് ആപ്റ്റ് ആയിട്ടുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ഒരു സൂപ്പർവിഷൻ കൊടുക്കാണ്. ഓക്കെ, അവരെല്ലാ ജോലികളും അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കൃത്യസമയത്ത് അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സൂപ്പർവിഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ 5 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിക്കാം. വായിച്ചതിന് ശേഷം ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, SDS ERP അണ്ടർലൈൻ ചെയ്യണം, പ്രത്യേകം ഇമ്പോർട്ടന്റ് ആണ്. PPE അറിയാലോ ഓൾറെഡി, എടുത്ത് പറയണ്ടാലോ. ഇനി ആദ്യത്തെ 5 പോയിന്റ് ആണ് കേട്ടോ വായിക്കാൻ പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് അടുത്ത പോയിന്റ് വായിക്കാം. തേർഡ് പോയിന്റ് ആണ് പറഞ്ഞത് SDS, അതായത് എന്താണ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അല്ലെ, യൂസർ മാനുവൽ പോലെ നമ്മൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ERP എമർജൻസി റെസ്പോൺസ് പ്ലാൻ, അതും ഇതുപോലെ യൂസർ മാനുവൽ പോലെ തന്നെയാണ്. എന്തെങ്കിലും റിസ്ക് ഒക്കെ വരുമ്പോൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ്. സോ ഇത് രണ്ടും സ്റ്റാഫിന്റെ ക്വിക്ലി അവൈലബിൾ ആയിരിക്കണം, സ്റ്റാഫിന്റെ അരികിൽ ഉണ്ടായിരിക്കണം എന്ന്. ഏത് നിമിഷവും ഇത് നോക്കാനായിട്ടുള്ള ഒരു പെട്ടെന്ന് തന്നെ തൊട്ടരികിൽ ഉണ്ടായിരിക്കണം. ഓക്കെ,
ഫസ്റ്റ് 5 പോയിന്റ് വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ഓക്കെ, ഓക്കെയാണോ? വായിച്ചിട്ട് അർത്ഥം ക്ലിയർ ആയോ? ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടി ഒരുമിച്ച് വായിക്കാം. നെക്സ്റ്റ് വൺ നോക്കാം. Ensure staff and visitors adhere to applicable occupational health and safety regulations for the use of compressed gases. Okay. ആൻഡ് എന്നുള്ളത് അടുത്ത പോയിന്റ് ആയിട്ട് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതോടെ നിൽക്കട്ടെ. Ensure staff and visitors adhere to, അതർ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? അതറൈസ് എന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അതറൈസ് അല്ലെങ്കിൽ അതർ എന്ന് വെച്ചാൽ പാലിക്കുക. Okay. Then ensure adhere to applicable occupational health and safety regulations for the use of compressed gases. കംപ്രസ് ചെയ്തിട്ടുള്ള ഗ്യാസസ് ഉപയോഗിക്കുന്നതിന് ബാധകമായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിൽ ആരോഗ്യ സുരക്ഷാ നിയമങ്ങളൊക്കെ അവർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ്. അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ ധരിക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുകയാണ്. ഇവരൊക്കെ അതൊക്കെ പാലിച്ചുകൊണ്ടാണോ വർക്ക് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. Then investigate reported incidents to determine the cause and to develop apt preventive measure to lessen a recurrence. ഇതോടെ പറയുന്നത് investigate report incidents to determine the cause and to develop apt preventive measure to lessen a recurrence. അതായത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്താണ്? ഇപ്പോ എന്തെങ്കിലും റിസ്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. റിസ്ക് അല്ല, എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെ? ഇപ്പോ മെഡിക്കൽ ഗ്യാസിന് ചിലപ്പോ എന്തെങ്കിലും ലീക്കേജസോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പൊട്ടിത്തെറികളോ ചെറിയ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഡിറ്റർമൈൻ ദ കോസ് അല്ലെ? അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുക. Then to develop apt preventive measure, അതിന് പ്രിവെന്റീവ് പ്രതിരോധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. Then lessen recurrence. Recurrence എന്ന് വെച്ചാൽ ആവർത്തനങ്ങൾ ഒഴിവാക്കണം. ആവർത്തനങ്ങൾ ഒഴിവാക്കാൻ കാരണം കണ്ടെത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ലീക്കേജ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പൊട്ടിത്തെറികളോ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കാണും. സോ അങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താണ്, ആ ഒരു റീസൺ കണ്ടെത്തുക. ദെൻ അതിനെ പ്രിവെന്റ് ചെയ്യുക. അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള പല മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആ ഒരു ആവർത്തനം ഒഴിവാക്കാൻ കുറയ്ക്കുക. ഓക്കെ. Then next one, keep apt records relating to the handling and use of compressed gases that includes an up-to-date inventory, training records and reported incidents. In the inventory എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെന്ററി റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യാവുന്നത്, അതായത് മെഡിക്കൽ ഗ്യാസ് പരമായിട്ടുള്ള റെക്കോർഡുകൾ നമ്മളത് പർച്ചേസ് ചെയ്യുന്നതും അങ്ങനെയുള്ള റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ അപ് ടു ഡേറ്റ് ചെയ്യുക. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവര പട്ടികകൾ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അതായത് അവിടെ മെഡിക്കൽ ഗ്യാസുകൾ നമ്മൾ വാങ്ങിക്കുന്നതും പർച്ചേസ് ചെയ്തതും അതിന്റെ ഉപയോഗത്തിന്റെയും വിലയും വിവരങ്ങളും ഇതെല്ലാം അപ് ടു ഡേറ്റ് ചെയ്യുക. ദെൻ റെക്കോർഡ്സുകളൊക്കെ എന്ത് ചെയ്യുക? ട്രെയിനിങ്സ് ഒക്കെ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ റിപ്പോർട്ടുകളും കൈകാര്യം ചെയ്യുക. സംഭവങ്ങളും റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം എന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യുക. ദെൻ ഉചിതമായിട്ടുള്ള രേഖകളും റിപ്പോർട്ട്സുകളൊക്കെ കീപ്പ് ചെയ്യുക. ഓക്കെ, വായിച്ചു നോക്കുക. ഫസ്റ്റ് തുടങ്ങി ഒന്ന് വായിക്കുക കേട്ടോ. ആദ്യം തുടങ്ങി ലാസ്റ്റ് വരെയുള്ള പോയിന്റ്സുകൾ വായിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വായിച്ചതിന് ശേഷം ചോദിക്കുക കേട്ടോ. നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ വായിക്കൂ, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ലാലോ? മാക്സിമം സിമ്പിൾ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിലും സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഓക്കെ ആണോ? കുഴപ്പമുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റണെങ്കിൽ? ഓക്കെ, റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. എന്ത് പറ്റി? രാവിലെ തന്നെ എല്ലാവരും ഒരു റെസ്പോൺസ് ഇല്ലാണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, വായിച്ചോളൂ. ഫോർത്ത് മൊഡ്യൂളൊക്കെ അല്ലേ, അപ്പൊ കുറച്ച് ടഫ് എന്താ പറയാ ചാപ്റ്റേഴ്സ് ഒക്കെയാണ്. കുഴപ്പമില്ല, ടഫ് ഒന്നുമില്ല, കുറച്ച് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി പഠിക്കാനായിട്ട് നമ്മൾ ഇച്ചിരി സമയം ചെലവഴിക്കേണ്ടതായിട്ട് വരും. അത്രേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് അതിപ്പോ നിങ്ങൾ ഏത് വിഷയം എടുത്താലും അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്താലും നമ്മൾ 6 സെമസ്റ്റർ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 3 സെമസ്റ്റർ ഓക്കെ ആയിരിക്കും. then നമ്മൾ പാസ് ഔട്ട് ആയിട്ട് അങ്ങനെ പോകും അല്ലെ? പക്ഷേ ഒരു 4th 5th കയറുമ്പോഴാണ് എല്ലാവർക്കും സപ്ലിയും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ? അങ്ങനെയല്ലേ പൊതുവെ നമ്മള് ഏതൊരു കോഴ്സ് എടുത്താലും അങ്ങനെയാണ്. ഫസ്റ്റ് സെക്ഷൻ ഒക്കെ ഓക്കെ ആയിരിക്കും. then 3rd 4th ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾ പഠിക്കാനുണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? എഫേർട്ട് എടുക്കുക. അത്രേ ഉള്ളൂ. കുറച്ച് എഫേർട്ട് എടുക്കുക. നമ്മള് ഫസ്റ്റിൽ എഫേർട്ട് എടുത്തതിനെല്ലാം കുറച്ചുകൂടി
കൂടുതൽ എഫേർട്ട് എടുത്ത് തന്നെ പഠിക്കാം. ഓക്കെ, ഇതിന് എക്സാം നല്ല രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നല്ലല്ലോ അല്ലെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പുറത്തുനിന്ന് വേറെ ഒന്നും എക്സ്ട്രാ ചോദിക്കാറില്ല. സോ അത്യാവശ്യം പഠിച്ച് ക്ലാസ് ഒക്കെ കേട്ടിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഐറ്റ്സ് ഫോർത്ത് മൊഡ്യൂൾ ഒരുമിച്ചാണോ എക്സാമിന്? നിങ്ങൾക്ക് എങ്ങനെയാ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള എക്സാമിന്റെ കാര്യങ്ങള്? എക്സാമിന്റെ ടൈം ഒന്നും ആയിട്ടില്ല, ഇൻഫർമേഷൻ തരും കേട്ടോ. എങ്ങനെയാണ് ഓഫീസിൽ ഇൻഫർമേഷൻ ലഭിക്കും? പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും നമുക്ക് പഠിക്കാനായിട്ടുള്ള ഗ്യാപ്പൊക്കെ ഉണ്ടാകും. സ്റ്റഡി ചെയ്തൊക്കെ തരും, അതനുസരിച്ചിട്ടൊക്കെ പഠിക്കാം. പഠിച്ചു പോവുക, സ്റ്റഡി ലീവിന് വേണ്ടി നോക്കിയിരിക്കേണ്ട, കിട്ടുന്ന സമയം പഠിച്ചു പോവുക. ഓക്കെ, SDS ഗ്യാപ്പ് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിലും ഫുൾ ഫോമുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അല്ല, ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും അതിൽ എന്താണ് ഒരുപാട് ഫുൾ ഫോമുകൾ വരുന്നുണ്ട്. സോ അത് കൃത്യമായിട്ടും പഠിക്കാം. സെവൻത് പോയിന്റിൽ പറയുന്നത്, ഇപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് മെഡിക്കൽ വ്യത്യാസപരമായിട്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലും ലീക്കേജസുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം കണ്ടെത്തുകയും വേണം. അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളും അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങളും മെഷർമെന്റ്സുകൾ നോക്കാം. ദെൻ അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രിവെന്റീവ് പ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുക. ക്ലിയർ ആണോ? Complete the points. Duties and responsibility of staff. Duties of supervisor. Supervisor duties. Okay, clear ആണല്ലോ. Next one. ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ. നമ്മുടെ മെഡിക്കൽ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ്. Duties of manifold operator. Manifold എന്താണെന്ന് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ manifold? മാനിഫോൾഡ് സിസ്റ്റം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ മാനിഫോൾഡ്? എന്താണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്? ഹൈ പ്രഷർ ഗ്യാസ് സിലിണ്ടർ ആണ്. 2 സൈഡ്സ് ഉണ്ട്. ഒന്ന് മറ്റൊന്നിൽ നിന്നും കണക്റ്റഡ് ആണ്. ഓർക്കുന്നുണ്ടോ പറഞ്ഞത്? ഓക്കെ, നോക്കാം കേട്ടോ. പിക്ചർ നമ്മൾ കണ്ടായിരുന്നോ? പിക്ചർ കാണിച്ചായിരുന്നോ ഞാൻ അന്ന് ക്ലാസ്സില്? മാനിഫോൾഡ് സിസ്റ്റത്തിന്റെ പിക്ചർ കണ്ടോ? കുറച്ച് പിക്ചർ നമ്മൾ കണ്ടു അല്ലെ? മാനിഫോൾഡിന്റെ കിട്ടിയായിരുന്നു, കാണിച്ചായിരുന്നോ ഞാൻ? കാണിച്ചു. ഓക്കെ, നോക്കാം. അപ്പൊ മാനിഫോൾഡ് ഓപ്പറേറ്റർ, അതായത് ആ മാനിഫോൾഡ് സിസ്റ്റം
വർക്ക് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, കുഴപ്പമില്ല, സിമ്പിൾ ആക്കി നമുക്ക് പഠിക്കാം. ഓക്കെ, പോയിന്റ്സ് കൊണ്ട് ആരും പേടിക്കണ്ട, നമുക്ക് ഏറ്റവും സിമ്പിൾ ആക്കി മനസ്സിലാക്കി പഠിച്ചാൽ മതി. ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നൊന്നുമില്ല, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടയാളപ്പെടുത്തി തന്നെ ഉണ്ട്, അതനുസരിച്ചിട്ട് പഠിച്ചു പോകും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. First time in the morning, he will make sure that all the cylinders in the manifold rooms are okay. അപ്പൊ ഫസ്റ്റ് തന്നെ മോർണിംഗില് അദ്ദേഹം എന്ത് ചെയ്യാം, മാനിഫോൾഡ് റൂംസ് ഒക്കെ വന്നത് പരിശോധിക്കുക, എല്ലാം ഓക്കെ ആണോ, ഓൾറെഡി എല്ലാം സെറ്റ് ആണോ എന്നൊക്കെ വന്ന് പരിശോധിക്കുക, ചെക്ക് ചെയ്യുക. Second one, he will open the number of cylinders to ensure the correct pressure in the pipeline. അതായത് എന്ത് വേണം, പൈപ്പ് ലൈനില് ശരിയായിട്ടുള്ള പ്രഷർ ആണോ എന്നൊക്കെ ഉറപ്പുവരുത്തുകയാണ്. നമ്മൾ പൈപ്പ് ലൈൻ വഴിയാണല്ലോ ഹോസ്പിറ്റൽ എല്ലാ ഏരിയയിലേക്കും എന്ത് പോകുന്നത്, മെഡിക്കൽ ഗ്യാസ് പോകുന്നത്. സോ സിലിണ്ടേഴ്സിലെല്ലാം കറക്റ്റ് പ്രഷർ ലെവൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുകയാണ്. ഓപ്പൺ ദ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്, എല്ലാ നമ്പറിന്റെയും എണ്ണമൊക്കെ നോക്കുക. ദെൻ കറക്റ്റ് ആയിട്ട് പ്രഷറിലാണോ നമ്മൾ സിലിണ്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഉറപ്പുവരുത്തുക. ചിലപ്പോൾ പ്രഷർ കൂടുമ്പോൾ മർദ്ദമാണല്ലോ, ഭയങ്കര മർദ്ദം കൂടിയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ കറക്റ്റ് അളവിലുള്ള പ്രഷറിൽ തന്നെയാണോ പൈപ്പ് ലൈനിൽ കൂടി മെഡിക്കൽ ഗ്യാസ് പോകുന്നത് ചെക്ക് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ്, he will be using cylinders from one side of manifold cylinder bank, right side or left side. Right side എന്നാണ്, സൈറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്, സൈഡ് എന്നാക്കാട്ടോ. റൈറ്റ് സൈഡ് എന്നാക്കാം. അതായത് he will using cylinders or should from one side, മാനിഫോൾഡ് സിലിണ്ടറിൽ നിന്നും ഒരു റൈറ്റ് സൈഡിൽ നിന്നോ ലെഫ്റ്റ് സൈഡിൽ നിന്നും സിലിണ്ടർ യൂസ് ചെയ്യാവുന്നു. നമ്മൾ പറഞ്ഞില്ലേ, മാനിഫോൾഡ് സിസ്റ്റം പറഞ്ഞാൽ രണ്ട് സൈഡിലും സിലിണ്ടറുകൾ ഉണ്ട് അല്ലെ, 2 ബാങ്ക്സ് ആണെന്ന് പറഞ്ഞു. സോ ഏതെങ്കിലും ഒന്നിൽ നിന്ന് സിലിണ്ടർ യൂസ് ചെയ്യാനും, ഒന്നില്ലെങ്കിൽ റൈറ്റ് സൈഡോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നും സിലിണ്ടർ യൂസ് ചെയ്യുക. The cylinders of other side should be dispatched as soon as all the cylinders of bank are empty. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു സൈഡിൽ നിന്ന് ഒരു ഏതെങ്കിലും റൈറ്റ് സൈഡിൽ നിന്നോ ലെഫ്റ്റ് സൈഡിൽ നിന്നോ എന്ത് വേണം ഉപയോഗിക്കാം. ദെൻ എന്താണ്, ഒരു സൈഡിലെ സിലിണ്ടർ ഉപയോഗിച്ചിട്ട് തീരുമ്പോൾ നമ്മളത് ക്ലോസ് എംപ്റ്റി ആകുമ്പോൾ, ഇപ്പോ റൈറ്റ് സൈഡ് ആണ് ഉപയോഗിച്ചതെന്ന് വിചാരിക്കാം. ദെൻ റൈറ്റ് സൈഡിലെ സിലിണ്ടർ ഉപയോഗിച്ചു, അത് എംപ്റ്റി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് അടുത്തത് ഉണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിൽ നിന്നും സിലിണ്ടർ ഡിസ്പാച്ച് ചെയ്യാന്ന്. ഡിസ്പാച്ച് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് മീനിങ്, ഡിസ്പാച്ച് ചെയ്യുക, സെൻഡ് ചെയ്യുക, അയക്കാന്നൊക്കെ പറയില്ലേ. രണ്ടും കണക്റ്റഡ് ആണ്, രണ്ട് സൈഡുകളുണ്ട്, രണ്ട് സൈഡുകളിലും ടാങ്ക് ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഒരു സിലിണ്ടർ റൈറ്റ് സൈഡ് ആണ് ചൂസ് ചെയ്തതെങ്കിൽ റൈറ്റ് സൈഡ് എംപ്റ്റി ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാം. ക്ലിയർ ആയോ പറയുന്നത്? ലാസ്റ്റ് ഞാൻ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. പിക്ചർ കാണിച്ചിട്ട് ഒന്നുകൂടി പറയാം, അപ്പൊ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ കിട്ടും. ഓക്കെ, രണ്ട് സൈഡ് ഉണ്ട്. ആദ്യം ഒന്നില്ലെങ്കിൽ റൈറ്റ് ഉപയോഗിക്കാം, ദെൻ ലെഫ്റ്റ് ഉപയോഗിക്കാം. റൈറ്റ് ഉപയോഗിച്ചതിന് ശേഷം റൈറ്റ് എംപ്റ്റി ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് ഡിസ്പാച്ച് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഓക്കെ, കുറച്ചൊരു ഐഡിയ കിട്ടിയോ ഏകദേശം? ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. He will check all cylinders for leakage using soap water mixture. സോപ്പ് വാട്ടർ മിശ്രിതം ഉപയോഗിച്ചുകൊണ്ട് ലീക്കേജസ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. ഒരു തരം മിശ്രിതം ഒഴിക്കാം, അത് ഒരു സോപ്പ് വാട്ടർ എന്ന് പറഞ്ഞ മിശ്രിതം ഉപയോഗിച്ചുകൊണ്ട് സിലിണ്ടറുകൾക്ക് ലീക്കേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, he will maintain a stock of needed instrument with him in the manifold room. മാനിഫോൾഡ് റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്, മാനിഫോൾഡ് റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളുടെ ഒരു സ്റ്റോക്ക് സൂക്ഷിക്കാണ്. അതായത് എന്തെല്ലാമാണ് അവിടേക്ക് വേണ്ട എക്യുപ്മെന്റ്സുകൾ, ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളതിന്റെ ഒരു സ്റ്റോക്ക് ഇവിടെ സൂക്ഷിക്കാണ്. അദ്ദേഹം തന്നെ വേണം ആ റൂമിൽ അത് സൂക്ഷിക്കുക. ഓക്കെ, അത്രയും പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാമോ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ആദ്യത്തെ 6 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ 6 പോയിന്റ് ഒന്ന് വായിക്കാം, അർത്ഥം മനസ്സിലാക്കി വായിക്കുക എപ്പോഴും പറയണ പോലെ. ദെൻ 6 വായിച്ചിട്ട് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ,
ഇനി ഒരുമിച്ച് നമ്മൾ എല്ലാം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആകും അല്ലെ. ഒരുപാട് പോയിന്റ്സ് ഉണ്ടല്ലോ, അപ്പൊ ചിലപ്പോൾ കുറച്ച് ബോറിംഗ് ഒക്കെ തോന്നിയേക്കാം. കുഴപ്പമില്ല, കുറച്ച് കുറച്ച് നമുക്ക് പറയാം. മാനിഫോൾഡ് സിലിണ്ടർ നമ്മള് ഫസ്റ്റ് ഭാഗം എടുത്ത ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ദേവിക മറന്നുപോയതാണോ? മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മയുണ്ടോ എടുത്തത്? ക്ലാസ്സിൽ ഉണ്ടായില്ല എന്നാണോ? ഇല്ല. ഓക്കെ, ക്ലാസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ അത് കാണണം കേട്ടോ. കാരണം നമുക്ക് റിപ്പീറ്റേഷൻ കണ്ടിന്യൂഷൻ കിട്ടില്ല. മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാല് ഈ ഒരു ഗ്യാസ് സിലിണ്ടർ തന്നെയാണ്. അത് പിക്ചർ കാണിച്ചു തരാം കേട്ടോ. ഗ്യാസ് സിലിണ്ടർ ആണ്, രണ്ട് സൈഡിലും രണ്ട് സൈഡ്സ് ഉണ്ട്, രണ്ട് സൈഡിലും വലിയ സിലിണ്ടറുകളാണ്. ഇവിടെ പറയുന്നത് ഒന്നില്ലെങ്കിൽ റൈറ്റ് സൈഡ് ഉപയോഗിക്കാം, റൈറ്റ് സൈഡ് തീരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് അതിനകത്തോട്ട് ഗ്യാസ് സെൻഡ് ചെയ്ത് ഡിസ്പാച്ച് ചെയ്തിട്ട് ഉപയോഗിക്കാം. രണ്ട് സൈഡും ഉപയോഗിക്കാം. വലിയൊരു ഗ്യാസ് ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ, ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾ ഈ മാനിഫോൾഡ് സിസ്റ്റം കണ്ടിട്ടുണ്ടാകും. പക്ഷെ അതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലല്ലോ, ഇപ്പോഴാണല്ലോ നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ എവിടെയെങ്കിലും ഹോസ്പിറ്റൽ എന്നല്ല കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇതിന് ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ. കാരണം എവിടെയെങ്കിലും നമുക്ക് ആ പോയിന്റ് വിട്ടു പോകുമല്ലെങ്കിൽ. ഓക്കെ, മാനിഫോൾഡ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഫസ്റ്റോ സെക്കൻഡ് ക്ലാസ്സിലൊക്കെ ആയിരിക്കും കേട്ടോ. സെക്കൻഡ് ക്ലാസ്സിലായിരിക്കും മാനിഫോൾഡ് വരുന്നത്. സെക്കൻഡ് ഈ ഒരു ചാപ്റ്ററിന്റെ സെക്കൻഡ് ക്ലാസ്സോ ഓർ തേർഡ് ക്ലാസ് അതിനകത്തായിരിക്കും കേട്ടോ. നോക്കാം അത് കൃത്യമായിട്ട്. ഓക്കെ, നമുക്ക് പല ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ മിസ്സായേക്കാം അല്ലെ. നമ്മള് സാഹചര്യങ്ങളാണല്ലോ, അപ്പോ അതനുസരിച്ചിട്ട് കാണുക. പിന്നീട് എപ്പോഴെങ്കിലും അത് കാണുക, ക്ലിയർ ആക്കാം കേട്ടോ. അത് മോക്ക് ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ കൃത്യമായിട്ട്. കംപ്ലീറ്റ് ചെയ്തില്ലേ ഫസ്റ്റ് 6 പോയിന്റ്? ഓക്കെയാണോ? ഓക്കെ, ഇനി 7ാമത്തെ പോയിന്റ് നോക്കാം. After checking the many room, he has to take a round of hospital to see all outlet by him and to find out its exact functioning from staff appointed there. അതായത് മെയിൻ മാനിഫോൾഡ് റൂം ഉൾപ്പെടുന്ന എല്ലാ ഔട്ട്ലെറ്റുകളും പൈപ്പ് ലൈനിലൊക്കെ ഉള്ള പോരായ്മയൊക്കെ എന്ത് വേണം? നന്നാക്കുക. അതുപോലെ തന്നെ എന്താണ്, സോറി 7th പോയിന്റ് ആയിരുന്നില്ലേ? ഓക്കെ. അതായത് ആഫ്റ്റർ ചെക്കിംഗ് ദ മെനി റൂം, എല്ലാ റൂമുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം he has to take an around to hospital to see all outlet by him. എല്ലാ ഔട്ട്ലെറ്റുകളും അതായത് പൈപ്പ് പോയിരിക്കുന്ന അതായത് മെഡിക്കൽ ഗ്യാസ് വരുന്ന ഔട്ട്ലെറ്റുകളെല്ലാം എന്ത് വേണം? നിരീക്ഷിച്ചതിന് ശേഷം ഓരോ ഫംഗ്ഷൻ ഓരോ സ്റ്റാഫുകൾ ഉണ്ടല്ലോ, ഓരോ നിയമിച്ചിരിക്കുന്നത് അതായത് മെഡിക്കൽ ഗ്യാസുമായിട്ടുള്ള നിയമിച്ചിരിക്കുന്ന സ്റ്റാഫുകൾ ഈ ഹോസ്പിറ്റൽ ജീവനക്കാരിലും കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടെത്തുക. ഒരു കറക്റ്റ് ടൈമിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടാണോ അവർ വർക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. എല്ലാ റൂമുകളും പരിശോധിക്കണം, ഔട്ട്ലെറ്റുകളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം സ്റ്റാഫുകള് അപ്പോ അവര് കൃത്യമായിട്ട് അവിടെ ഉണ്ടോ, അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഹി വിൽ, നെക്സ്റ്റ് പോയിന്റ് ആണ് അടുത്തത്, ഹി വിൽ റിപ്പയർ or arrange to repair any deficiency in the outlets or in the pipeline that include main manifold room. Deficiency എന്ന് വെച്ചാൽ എന്താ മീനിങ്? ഡെഫിഷ്യൻസി നമ്മൾ കോമൺ ആയിട്ട് പറയാറുള്ളൊരു വേർഡ് ആണല്ലോ ഡെഫിഷ്യൻസി. എന്താ ഡെഫിഷ്യൻസി? കുറവ്.
അഭാവം എന്നൊക്കെ പറയാം. പ്രോപ്പർ ആയിട്ട് പറയണമെങ്കിൽ അഭാവം അല്ലെ, പോരായ്മ. നോക്കാം. അതായത് മെയിൻ എന്താണ് മെയിൻ മാനിഫോൾഡ് സിസ്റ്റത്തിലെ മെയിൻ മാനിഫോൾഡ് റൂമില് എന്തെങ്കിലും പോരായ്മകളോ അഭാവങ്ങളോ ഉണ്ടെങ്കിൽ അത് നന്നാക്കുകയോ അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യുകയോ പരിഹരിക്കുകയോ ചെയ്യുക. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തിക്കൊണ്ട് അത് റിപ്പയർ ചെയ്യണമെങ്കിൽ റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ പുതിയത് വെക്കണമെങ്കിൽ പുതിയതൊക്കെ വെക്കുക. He will place order for refilling of the cylinder in consultation with the authorized officer. ഇനി സിലിണ്ടറുകൾ തീരുമ്പോൾ അത് റീഫില്ല് ചെയ്യാനായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള അതിന്റെ ഓഫീസറെ വിവരം അറിയിക്കുക. സിലിണ്ടറുകൾ തീരുമ്പോൾ അത് റീഫില്ല് ചെയ്യാനായിട്ട് എന്ത് വേണം, അതിൻ്റെതായിട്ടുള്ള ഓതറൈസ്ഡ് പേഴ്സണെ അറിയിക്കുക. ഓക്കെ, 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി, പെട്ടെന്ന് വായിക്കാം കേട്ടോ. 3 പോയിന്റ് കുറച്ച് വലിയ പോയിന്റ് ആയതുകൊണ്ടാണ് 3 വായിച്ചു നോക്കാൻ പറഞ്ഞത്. 3 വായിക്കാം, എന്നിട്ട് അടുത്ത 3 നമുക്ക് നെക്സ്റ്റ് നോക്കാം. സിമ്പിൾ ആണ്, ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ 3 പോയിന്റ്? നെക്സ്റ്റ് നോക്കാം കേട്ടോ, ലാസ്റ്റ് 3 പോയിന്റ് കൂടി ഉണ്ട്. He will also look after the nitrous cylinders in the operation theatre if there is no central supply of this gas. അതായത് എന്താണ്, ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ അവിടെ സെൻട്രൽ സപ്ലൈ ഇല്ല എങ്കിൽ, മെഡിക്കൽ ഗ്യാസിന്റെ സെൻട്രൽ സപ്ലൈ ഇല്ല എങ്കിൽ അവിടേക്ക് നൈട്രസ് സിലിണ്ടർ എത്തിച്ചു കൊടുക്കണം. നൈട്രസ് സിലിണ്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നതാണ്. സോ അവിടെ പൈപ്പ് ലൈൻ വഴിയുള്ള ലഭ്യമല്ല എങ്കിൽ നൈട്രസ് സിലിണ്ടറുകൾ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുക. ദെൻ അതോടൊപ്പം തന്നെ he will also make sure that supply of oxygen in other area without central pipeline. ഇനി ഹോസ്പിറ്റലിന്റെ മറ്റു ഏരിയകളിലും സെൻട്രൽ പൈപ്പ് ലൈൻ ഇല്ല എങ്കിൽ അവിടെ എല്ലായിടത്തും തന്നെ ഓക്സിജന്റെ സപ്ലൈയും ചെയ്യണം. അതായത് ഓക്സിജൻ സിലിണ്ടർ വെച്ച് കൊടുക്കാം. ഓക്കെ, 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഓപ്പറേഷൻ തിയേറ്ററിലുള്ള സപ്ലൈ സെൻട്രൽ സപ്ലൈ ഇല്ലെങ്കിൽ അവിടേക്ക് നൈട്രസ് സിലിണ്ടർ വേണം. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിന്റെ മറ്റു ഏരിയകളിൽ സെൻട്രൽ പൈപ്പ് ലൈൻ ഇല്ല എങ്കിൽ അവിടേക്ക് നമ്മൾ ഓക്സിജൻ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, he will also help OT operation theater technician in maintenance of the boils machine. ബോയിൽ മെഷീന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാനായിട്ട് OT ടെക്നീഷ്യനെ ഹെൽപ്പ് ചെയ്യാന്ന്. എന്താ ബോയിൽ മെഷീൻ വെച്ചാല്, അതായത് ബോയിൽസ് മെഷീൻ വെച്ചാൽ അനസ്തെറ്റിക് കൊടുക്കുന്ന ഒരു മെഷീനാണ്. നമ്മൾ ഓപ്പറേഷൻ റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. പേഷ്യന്റിന് അനസ്തെറ്റിക് വെപ്പർ നൽകുന്ന ഒരു മെഷീനാണ് ബോയിൽ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, then next one, alerting the ward cylinder is also his duty. വാർഡിന്റെ സിലിണ്ടറുകളൊക്കെ മാറ്റാണ്, അതായത് അലർട്ട് ചെയ്യാന്ന് വെച്ചാൽ ചേഞ്ച് ഒക്കെ ചെയ്യാന്ന് പറയില്ലേ. സിലിണ്ടറുകൾ തീർന്നിട്ടുണ്ടെങ്കിൽ പുതിയ സിലിണ്ടറുകളൊക്കെ കൊണ്ട് വെക്കുക വാർഡിനുള്ളിൽ. Then last one, all the major problems are to be brought to the administrator soon. ഇനി എന്തെങ്കിലും മേജർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉടനടി അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിക്കുക. ഓക്കെ, ഇത്രയുമാണ് ഡ്യൂട്ടീസിലെ മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വായിച്ച പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ലാസ്റ്റത്തെ 3 പോയിന്റ് വായിക്കാം. ബോയിൽസ് മെഷീന്റെ ചെറിയൊരു നോട്ട് ഒന്ന് എഴുതി വെച്ചോളൂ. ഓക്കെ, ടെക്സ്റ്റിൽ തന്നെ താഴെ ഒന്ന് എഴുതി വെക്കാം. ചെറിയൊരു സെന്റൻസ് ആയിട്ട് എഴുതി വെക്കാം. ബോയിൽസ് മെഷീൻ എന്ന് എഴുതാം കേട്ടോ. ഹെഡിങ് പോലെ കൊടുക്കുക, ബോയിൽസ് മെഷീൻ. അങ്ങനെ കൂടുതലായിട്ട് ഇതുവരെ ചോദിച്ചു തന്നിട്ടില്ല, എങ്കിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ബോയിൽസ് മെഷീൻ. ദെൻ താഴെ എഴുതാം to provide an എന്താണെന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. To provide an accurate supply of പെട്ടെന്ന് എഴുതാട്ടോ, കുറച്ച് പിക്ചർ കൂടി ഒന്ന് കാണാനുണ്ട്. To provide an accurate supply of medical gases mixed with medical gases mixed with an accurate concentration of anesthetic vapor. VAPOUR vapor. നീരാവി എന്നുള്ള മീൻ. ഒന്നുകൂടി പറയാം, എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എഴുതാം. To provide an accurate supply of medical gases mixed with an accurate concentration of anesthetic vapor. Okay. Concentration. ഇനി കംപ്ലീറ്റ് ചെയ്യാത്തവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഫ്രണ്ട്സിന്. കുറച്ച് പിക്ചറും കൂടി ഒന്ന് കാണിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാത്തവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫ്രണ്ട്സിന്. അനസ്തെറ്റിക് ഏതായിരുന്നു? ലാസ്റ്റ് ആണോ? വെപ്പർ, VAPOUR. ഓക്കെ, പിക്ചർ കാണുന്നുണ്ട് എല്ലാവരും സ്ക്രീനില്? പിക്ചർ ക്ലിയർ ആണോ? പിക്ചർ കണ്ടോ? ഓക്കെ, ഏതായിരുന്നു പിക്ചർ? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? പിക്ചർ ഏതാണ്? ഐഡന്റിഫൈ ചെയ്തേ പെട്ടെന്ന്. കാണാത്തവരൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് ആളുകളെ. ക്ലാസ് മിസ്സായിട്ടുള്ളവർക്ക് കുറച്ചുകൂടി വേണ്ടിയിട്ടാണ്. ഇതാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. കണ്ടോ, ഹൈ പ്രഷർ ഗ്യാസ് സിലിണ്ടേഴ്സ് ആണ്. കണ്ടോ, നമ്മളിപ്പോ വായിച്ചില്ലേ, ലെഫ്റ്റ് സൈഡും ഉണ്ട്, റൈറ്റ് സൈഡും ഉണ്ട്, ലെഫ്റ്റ് സൈഡും ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ആദ്യം റൈറ്റ് സൈഡിൽ നിന്ന് ഉപയോഗിക്കാം, റൈറ്റ് സൈഡിൽ തീരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ. കണ്ടോ, ഇത് ഫുള്ള് അങ്ങോട്ട് ഇങ്ങോട്ട് കണക്റ്റഡ് ആണ്. കണ്ടോ, അപ്പൊ ആദ്യം റൈറ്റ് സൈഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡ് തീരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം. ക്ലിയർ ആയിപ്പോ മാനിഫോൾഡ് സിസ്റ്റം? കാണാത്തവര് കണ്ടോ? ക്ലിയർ ആണോ മാനിഫോൾഡ് സിസ്റ്റം? ഓക്കെ, ഇതാണ് ബോയിൽ മെഷീൻ. കണ്ടോ, അനസ്തെറ്റിക് വെപ്പറും കണ്ടോ, മെഡിക്കൽ ഗ്യാസ് കൊടുക്കുന്നുണ്ട്. ദെൻ അനസ്തെറ്റിക് വെപ്പറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു മെഷീൻ ആണ് ബോയിൽ മെഷീൻ. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെയാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. ഓക്കെ,
കേട്ടോ. ഇതാണ് റെഗുലേറ്റർ. ഇതെല്ലാവരും കണ്ടു കാണുമല്ലോ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ, കണ്ടിട്ടില്ലേ? റെഗുലേറ്റർ കാഷ്വാലിറ്റിയിലൊക്കെ ഉണ്ടാകും. നമ്മള് മെഡിക്കൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്ന റെഗുലേറ്റർ ഉണ്ട് കണ്ടോ. കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ആ പോയിന്റ് എത്രയാണോ പ്രഷർ വേണ്ടത് ആ ഒരു അളവിൽ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ടാകും. ഓക്കെ, റെഗുലേറ്റർ. നെക്സ്റ്റ് വൺ നോക്കുക. ഇതാണ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ് കണ്ടോ. SDS. ക്ലിയർ ആയിട്ട് വായിക്കാനൊന്നും പറ്റില്ല, എങ്കിലും ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ എടുത്തിട്ടുള്ളൂ കണ്ടോ. എങ്ങനെയാണ് നമ്മൾ അത് പ്രോപ്പർ ആയിട്ടുള്ള വർക്ക് ചെയ്യിപ്പിക്കേണ്ടതും കറക്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് SDS പറയുന്നത്. സേഫ്റ്റി ഡാറ്റ ഷീറ്റ് കണ്ടോ. ഐഡന്റിഫിക്കേഷൻ, ഹസാർഡ്സ് ഐഡന്റിഫിക്കേഷൻ അല്ലെ, നമ്മൾ റിസ്കുകളൊക്കെ തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ്. ഇതെല്ലാം വായിച്ചിട്ട് വേണം നമ്മൾ ക്ലിയർ ആയിട്ട് മെഡിക്കൽ ഗ്യാസ് ആയിട്ട് പ്രവർത്തിക്കാൻ. ഓക്കെ, ക്ലിയർ ആയോ? പിക്ചർ കണ്ടപ്പോ കുറച്ചും കൂടി ഐഡിയ ഒക്കെ കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യോ? നിങ്ങളോട് നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യാനുള്ള ടൈമാണ് കേട്ടത്. ടാങ്ക് ആണ്. രണ്ട് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ടാങ്കുകളുണ്ടല്ലോ. രണ്ട് റൈറ്റിലും ഒരു ലെഫ്റ്റിലും ഉണ്ട്. അപ്പൊ ഒന്ന് റൈറ്റ് എടുത്താല് റൈറ്റ് തീർന്നാല് ലെഫ്റ്റിൽ നിന്ന് നമുക്കത് മീൻസ് കണക്റ്റഡ് ആണല്ലോ. അപ്പൊ ഈ ഗ്യാസ് അതിലേക്ക് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാം. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പോ മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ ഇനി എടുക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് കേട്ടോ. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, കുറച്ച് ജനറൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ആ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് ആണ് എനിക്ക് കൂടുതൽ വേണ്ടത്. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.
Good morning, everyone. Good morning, Miss. Good morning. Good morning, ma'am. Yeah, good morning. Okay, how are you all? Hope you all doing well. Going well. Today's answer. What? Are you Yeah. fine, ma'am? Fine. Yeah. Are you No? fine? Yeah, of course. I'm always fine. Okay, thank you. Okay, yeah. അപ്പൊ ആക്റ്റീവ് ആണോ ചോദിക്കട്ടെ, ഫസ്റ്റ് അതാണ് ചോദിക്കാനുള്ളത്. ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം അതാ, ആക്റ്റീവ് ആണോ അല്ലയോ ആണോ? Yes, ma'am. അല്ല അല്ല എന്നാണ് പറയുന്നത്. Yes, ma'am. No? Yes, ma'am. Active ആണ്. Yes, ma'am. ആക്റ്റീവ് ആണ്. സംസാരിക്കൂ. ഓക്കെ, നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. റിപ്പോർട്ട് സ്പീച്ച്, ആക്റ്റീവ് വോയിസ് അല്ലെ, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട് മാക്സിമം. ഓക്കെ, സോ ഞാൻ സ്ക്രീൻ ഷെയർ എടുത്തിട്ടുണ്ടേ, അന്ന് നോക്കി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. റെഡിയാണോ? ടെൻസ് ബേസ് ചെയ്തിട്ടാണ് ഓരോ സെന്റൻസ് കൂടെ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ട്രാൻസ്ലേറ്റ് ചെയ്യാം. ക്ലിയർ? ഒരു കാര്യം ചെയ്യൂ, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയില്ല, ഓരോരുത്തരായിട്ടും ടെക്സ്റ്റ് ചെയ്യും. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. സ്റ്റുഡൻസ് ഉണ്ട്, 25 എബോവ് സ്റ്റുഡൻസ് ഉണ്ട്. സോ ഓരോരുത്തരും ടെക്സ്റ്റ് ചെയ്യാം. നമ്പേഴ്സ് ഉണ്ടല്ലോ. റെഡി? ടെക്സ്റ്റ് ചെയ്യൂ എല്ലാവരും. പറയൂ. Yes, ma'am. Yes, ma'am. Yeah. Okay. First one, അവൻ ബുക്സ് വായിക്കുന്നു. അവൻ ബുക്സ് വായിക്കുന്നു. ടെൻസ്, ഫസ്റ്റ് ടെൻസ് ഐഡന്റിഫൈ ചെയ്യാം, അതിനുശേഷം ട്രാൻസ്ലേറ്റ് ചെയ്യാം. സിമ്പിൾ ആണ്. പെട്ടെന്ന് എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്യും കേട്ടോ. പോരട്ടെ എല്ലാവരും. അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. കുറച്ചു പേര് മാത്രം ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ പോരട്ടെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. സെന്റൻസ് ശ്രദ്ധിച്ചു വായിക്കൂ. അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, ഇവിടെ ഇത് ടെൻസ് ഏതാണ്? Which tense is used there? Simple present. Simple present. Simple present. Simple present റൂൾ എന്താണ്? സ്ട്രക്ചർ എന്താണ്? Subject plus സ്ട്രക്ചർ ഏതാണ്? സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ. subject plus verb plus സബ്ജക്ട് പ്ലസ് V1. verb. ഉള്ളൂ. V1. സബ്ജക്ട് പ്ലസ് V1 ആണ്. V1. അപ്പോ ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെ ഏതൊക്കെ verb ആണ് യൂസ് ചെയ്യുന്നത്? He likes. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ Single പ്ലൂറൽ ആണെങ്കിൽ V1. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ verb ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ? ഓ
He like ആണോ വരാ likes ആണോ വരാ? Likes. Yeah, likes ആണ്. He likes to read books. Yeah, correct ആണ്. He likes to read books. കുറച്ച് പേര് മനസ്സിലായല്ലോ എവിടേക്കാണ് ആർക്കൊക്കെയാണ് മിസ്റ്റേക്സ് വന്നത് എന്താ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. Yeah, he likes to read. Love എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, loves പറയാം, മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. He loves to read books പറയാം, he likes to read books പറയാം. Yeah. Next, അവൻ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. ഓക്കെ, പറയൂ. അവൻ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. അവൻ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. സബ്ജക്റ്റ് ഉണ്ട്, സംസാരിക്കുക, എപ്പോഴും സൗമ്യമായി, ഇത്രയും വേർഡ്സേ ഉള്ളൂ. അവിടെ നമുക്ക് ഒരു ഓക്സിലറീസോ പ്രപ്പോസിഷനോ ഒന്നും തന്നെ ഇല്ല. ആ 4 വേർഡ്സ് നമ്മൾ കണക്ട് ചെയ്താൽ അതിനൊരു സെന്റൻസ് കിട്ടും. ഓക്കെ, പല സംസാരിക്കുക എന്നുള്ളതിന് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് എന്താണ് നമ്മൾ യൂസ് ചെയ്യാം? ടോക്ക് പറയാം, ഏറ്റവും ബെറ്റർ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ? സോഫ്റ്റ് സ്പോക്ക്. ഓരോരുത്തരും പഠിക്കുന്നുണ്ടോ ഡിഫറെന്റ്, നമ്മൾ ചിന്തിക്കുന്ന പല പല രീതിയിലാണ്, എല്ലാവരും ചിന്തിക്കുന്നത് പല രീതിയിലാണ്. ഓക്കെ, സ്പോക്കൺ എന്ന് പറയുമ്പോൾ എപ്പോഴും സോഫ്റ്റ് സ്പോക്കൺ പേഴ്സൺ ആണ് എന്നല്ലേ വരാം. അവിടെ ഉദ്ദേശിച്ചത് അവിടെ നൗണിലേക്കാ വന്നേ. നമുക്ക് അവൾ എപ്പോഴും, അവളാണ്, അവൾ, അവൻ. കറക്റ്റ് ഏതാണ്? She always speaks politely. Speaks ആണ് കേട്ടോ. സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ട് വെർബ് സിംഗുലർ ആയിരിക്കണം. So we use the speaks, not speak. Okay. ടെല്ലും പിന്നെന്താണ്? ടെല്ല് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ടോക്ക്. ടെല്ല്, ടോക്ക്. ഏറ്റവും നല്ലത് സ്പീക്ക് ആണ്. ഓക്കെ, സ്പീക്സ് പറയുന്നതാണ് നല്ലത്. അപ്പോ കറക്റ്റ് ഇപ്പൊ സെന്റൻസിന് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഇങ്ങനെ വരാം. She always speaks politely. He is always soft spoken. ഇത് നമ്മൾ ബന്ധമില്ല കേട്ടോ. പക്ഷെ അനു ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ തെറ്റാണ്, പക്ഷെ അതർവൈസ് സെന്റൻസ് കറക്റ്റ്. ഓക്കെ, she always speaks ആണ് politely. നെക്സ്റ്റ്, അവർ വീട് വൃത്തിയാക്കുകയാണ്. അവർ വീട് വൃത്തിയാക്കുകയാണ്. ടെക്സ്റ്റ് ചെയ്യൂട്ടോ. നിങ്ങള് ആൻസർ ഒരെണ്ണം ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ തന്നെ നെക്സ്റ്റ് അടുത്തത് ടൈപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, അവർ വീട് വൃത്തിയാക്കുകയാണ്. They are cleaning the house.
They are cleaning the house. The present continuous tense. Yeah, okay. The structure is structure. Present continuous structure subject plus is or subject am, plus is or am plus verb 1 plus ing. yeah, subject plus is am are plus verb plus ing. ing ആണ്. അപ്പോ answer, sorry, translation, they are cleaning the house. Yeah. Next, അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. She is studying. Learning ആണ് ട്ടോ. She is learning to play the piano. The piano എന്ന് പറയും. Particular piano ആണ്. The piano. She is learning to play the piano. Okay, learning ആണ് വരും. She is learning to play the piano. Yeah. Next, ഞാൻ ഇപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. ഞാൻ ഇപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. She studying piano. തെറ്റാണ് ട്ടോ. അമൃത, ചെറിയ ചെറിയ മിസ്റ്റേക്സ് എല്ലാം ഉണ്ട് ട്ടോ, ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. ശ്രദ്ധിച്ചു വായിക്കൂ. ശ്രദ്ധിച്ചു വായിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യൂ ട്ടോ. ഞാനിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. Okay, I'm cooking dinner right now. എന്നും പറയും. I'm cooking dinner right now. Now I'm cooking dinner എന്ന് പറയാണ് കുഴപ്പമില്ല. Okay, now I'm cooking dinner പറയാം. പിന്നെ മേക്കിംഗ് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, ഉണ്ടാക്കുക എന്നൊരു മീനിങ് തന്നെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് പാചകമാണ്. പാചകം ചെയ്യുമെന്ന് പറയുമ്പോൾ കുക്കിംഗ് ആണ് അല്ലെ. അപ്പോ ട്രാൻസ്ലേഷൻ ബേസ് ചെയ്തിട്ടാണെങ്കിൽ കറക്റ്റ് ആം കുക്കിംഗ് ഡിന്നർ റൈറ്റ് നൗ എന്നും നൗ ആം കുക്കിംഗ് ഡിന്നർ എന്നും പറയും. മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുകയാണ്. ഞാൻ അത്താഴം ഉണ്ടാക്കുകയാണ് എന്നൊരു മീനിങ്ങിലാവും വരാം. മേക്കിംഗ് വരും. ഞാൻ അത്താഴം പാചകം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആണ്, അവിടെ കുക്കിംഗ് ആണ് വരേണ്ടത്. ഓക്കെ, ക്ലിയർ? So moving on the next sentence, ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്.
Yeah, correct. I have finished or completed my homework. Finished എന്നോ completed എന്നോ എന്ന് പറയും. പൂർത്തിയാക്കുക എന്നാണ് അല്ലേ? I have finished or completed my homework. It's a present perfect tense. Structure is so the structure. Structure പറയൂ. Subject plus has or have plus V3. Subject plus has or have plus V3. Okay. Yeah. Moving on to the next. അവൾ രണ്ട് തവണ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവൾ 2 തവണ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവൾ 2 തവണ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. എല്ലാവരും കേട്ടോ, എല്ലാവരും ആൻസർ ചെയ്യൂ, പെട്ടെന്ന് ചെയ്യൂ. ഓൾറെഡി നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാലോ. ശ്രദ്ധിച്ച് എഴുതൂട്ടോ, ശ്രദ്ധിച്ച്. അവൾ 2 തവണ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. Yeah, she has visited Japan twice. Twice now. 2 times in the പറയാം. പക്ഷെ കുറച്ചുകൂടെ better twice ആണ്. She has visited Japan twice. Yeah. Mostly കുറെ പേര് correct ആണ് ഒക്കെ ചെയ്തത്. Yeah. Okay. Then ഞാൻ ആ പുസ്തകം ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഞാൻ ആ ബുക്ക് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഞാൻ ആ ബുക്ക് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. Yeah, I have read that book many times. I have read that book many times. Yeah, correct Ananda. I have read that book many times. Yeah. Okay. The next one. അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Yeah, Aaron, അത് ടെക്സ്റ്റ് ചെയ്ത് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടില്ല. അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യൂ, എന്ത് സ്ലോ ആണ് നിങ്ങള്. സ്മിതയ്ക്ക് പോയോ? സ്മിത ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഞാൻ ക്വസ്റ്റ്യൻ എഴുതി നോട്ടിൽ വെച്ചിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. അതാ ടൈം എടുക്കും. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യോ? ഇതാരും നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട? ഞാനത് പറഞ്ഞില്ല. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയർ ഞാൻ അപ്ലോഡ് ചെയ്യാം. മാറിപ്പോയി, അപ്ലോഡ് ചെയ്യാം. ആൻസർ അടക്കം ഞാൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നോട്ട്ബുക്കിൽ ആരും എഴുതിയിട്ടുണ്ട്. ഓർത്ത് വന്നതിന് അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Yes, he has been learning to play the guitar. The guitar, okay? He has been learning to play the guitar. The present perfect continuous tense structure is subject plus has or have plus be plus verb plus
ing. Okay. Subject plus have plus be plus verb plus ing. Present perfect continuous tense. He has been learning to play the guitar. Yeah. Next, ഞങ്ങൾ ഈ TV ഷോ കഴിഞ്ഞ ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ TV ഷോ കഴിഞ്ഞ ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടെൻസ് ഫസ്റ്റ് ടെൻസ് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. എന്നാൽ മാത്രമേ ഇത് തെറ്റില്ലാണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ, അല്ലാതെ പറ്റില്ല. ഓക്കെ. Yeah, present perfect continuous tense തന്നെയാണ്. എന്താ പറയാ, we have been watching this TV show. TV show ഈ TV show ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ we have been watching this TV show from ആണോ? ആണോ? കഴിഞ്ഞ ആഴ്ച ആയിട്ടാ ഞാൻ പറഞ്ഞേ. കഴിഞ്ഞ ആഴ്ച ആയിട്ട്. സിൻസോ? നോ. അത് ആഴ്ച മുതൽ എന്ന് വരും. സിൻസല്ല. 4 ആണ്. Yeah, 4 ആണ്. അപ്പൊ we have been watching this TV show for last week or past week. എന്ത് യൂസ്? Last week or past week. കഴിഞ്ഞ ആഴ്ചകളായിട്ടെന്നല്ല, കഴിഞ്ഞ ആഴ്ച ആയിട്ടെന്നാണ്. അപ്പൊ വീക്സ് വേണ്ട, വീക്ക് മതി. ആഴ്ചകളായിട്ട് എന്നാണെങ്കിൽ വീക്സ് പറയാം. പക്ഷെ എന്നാലും മിസ്റ്റേക്സ് ഒന്നും ഇല്ലാട്ടോ. ഞാൻ ജസ്റ്റ് തന്നിരിക്കുന്ന മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ അത് സെന്റൻസ് വൈസ് ഒരു മിസ്റ്റേക്കും ഇല്ല. പക്ഷെ ഇവിടെ ഫ്രം അല്ല എന്ന് മാത്രം. 4 ആണ്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. വീക്സ് ആണെങ്കിലും വീക്ക് ആണെങ്കിലും വലിയ മിസ്റ്റേക്ക് ഒന്നല്ല. ഓക്കെ. അപ്പോ we have been watching this TV show for last week or past week എന്ന് പറയും. Okay. Yeah. Clear. Next. അവർ ഒരു മാസമായിട്ട് യൂറോപ്പിന് ചുറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു മാസമായിട്ട് യൂറോപ്പിന് ചുറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെക്സ്റ്റ് ചെയ്യൂ. കാരണം ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തു. ടെക്സ്റ്റ് ചെയ്യൂ, പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യൂ. സ്ലോ ആവല്ലേ, ടൈം പോകട്ടോ. നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരെയായിരുന്നു. 30 വരെ 30. സോ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ചെയ്യാറാകുന്നത്.
They have been traveling around Europe for 1 month. 1 month ഇല്ലെങ്കിലും a month. 1 month ഏറ്റവും a month വെറും പീരീഡ് a month. എയും ഒരു എന്നൊരു മീനിങ് ആണ്, ഒന്ന് എന്നൊരു മീനിങ് തന്നെ വരുന്നുണ്ട്. അപ്പൊ ഏറ്റവും ബെറ്റർ a month ആണ്. 1 month എഴുതിക്കൊണ്ട് മിസ്റ്റേക്ക് ഒന്നും. Okay. They have been traveling around Europe for 1 month or a month. Correct ആണ്. രണ്ടും കറക്റ്റ്. Better version is a month. Next, പൂച്ച കസേരയിൽ കിടന്നുറങ്ങി. പൂച്ച കസേരയിൽ കിടന്നുറങ്ങി. The cat slept on the chair. ഉറങ്ങി എന്നാണ്. So, simple past tense. ഉറങ്ങി എന്ന് പറയുമ്പോൾ സ്ലീപ്പ് അല്ല, സ്ലീപ്പ് ഉറങ്ങുക എന്നാണ്. അതിന്റെ വീട്ടു ഫോം ആണ്. അപ്പൊ സ്ലെപ്റ്റ് ആണ് വേണ്ടത്. The cat slept on the chair. Okay, the cat slept on the chair. Yeah. The cat slept on the chair. Yeah, correct. Next. അവൻ അവന്റെ കൂട്ടുകാരന് ഒരു കത്ത് എഴുതി. അവൻ അവന്റെ കൂട്ടുകാരന് ഒരു കത്ത് എഴുതി. Text you. He wrote a letter to his friend. He wrote a letter to his friend. ഇതും സിമ്പിൾ പാസ്റ്റ് ആണ്. സ്ട്രക്ചർ ഏതാണ്? സബ്ജക്ട് പ്ലസ് V2 ആണ്. He wrote. ഇത്രയേ ഉള്ളൂ. He wrote a letter to his friend. Yeah, correct. Next, ഞങ്ങൾ കടയിലേക്ക് പോകുകയായിരുന്നു. ഞങ്ങൾ കടയിലേക്ക് പോകുകയായിരുന്നു. We were going to the shop. Yeah, we were going to the shop or store, anything you can write. Okay, store or shop. We were going to the shop or store. Okay, correct. Past continuous tense ആണ്. റൂറിലായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ were യൂസ് ചെയ്തത്. അല്ലെ? Past continuous എന്ന് പറയുമ്പോൾ structure, subject plus was or were plus verb plus ing. Okay. Yeah. Next, ഞങ്ങൾ കടയിലേക്ക് പോകുകയായിരുന്നു. അത് പറഞ്ഞു, സോറി. ഞാൻ സിനിമ കാണുകയായിരുന്നു. ഞാൻ സിനിമ കാണുകയായിരുന്നു. ഞാൻ സിനിമ കാണുകയായിരുന്നു.
സിനിമ എന്ന് പറയുമ്പോ അങ്ങനെ തന്നെ എഴുതുന്നതില്ല. ഏറ്റവും നല്ലൊരു പേര് എഴുതുന്നല്ലോ. I was watching a movie. I was watching a movie. I was watching a movie. Yeah, correct. Then next അവൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അവൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. പ്രൊപ്പോസിഷൻ ആവശ്യമുണ്ട് കേട്ടോ. സോ ഏത് പ്രൊപ്പോസിഷൻ ആണ് കറക്റ്റ് എന്ന് നോക്കാം. Yes. She was talking on the phone. She was talking on the phone. On the phone ആണ് കേട്ടോ. On the phone. അറിയാലോ മീഡിയാസ് എല്ലാം വരുന്നത് ഓൺ അല്ലേ? ഓൺ പ്രൊപ്പോസിഷൻ ആണ് നമ്മൾ മീഡിയാസ് എല്ലാം യൂസ് ചെയ്യുന്നത്. മീഡിയ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രൊപ്പോസിഷൻ ഓൺ ആണ്. മറക്കരുത്. ഓക്കെ. She was talking on the phone. ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. It's a past perfect tense. Okay, structure is subject plus, had plus, VP. So translation, we have completed the house. We have completed the house. Correct. ഇതിനകം സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനകം സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യും. ഇത് ഭയങ്കര സ്ലോ ആണല്ലോ. ഓൾറെഡി നിങ്ങളുടെ സ്ക്രീനിൽ ഇത് കാണുന്നുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കാമായിരുന്നില്ലേ? പെട്ടെന്ന് നമുക്ക് തീർക്കാമായിരുന്നു. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും. ഞാൻ അതിനുശേഷം മാത്രമേ ഞാൻ പറയുള്ളൂ. എല്ലാവരും 20 സ്റ്റുഡൻസ് ഉണ്ട്. സോ everyone should text the answer.
6 പേരാണ് ടെക്സ്റ്റ് ചെയ്തത്. ബാക്കി എന്താ ആർക്കും അറിയാവുന്നിട്ടാണോ? മനസ്സിലാവാത്തോണ്ടാണോ, അറിയാത്തോണ്ടാണോ, എന്താണെന്ന് വെച്ചാൽ പറയൂ. നീ ടെക്സ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ? ടെക്സ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയൂ. ഞാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. Okay, the movie had already started. The movie had started already പറയാം. Already the movie had started പറയാം. Correct ആണ്. Okay. Next, ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I had been learning English for 2 hours, not since. അത് 2 മണിക്കൂർ മുതൽ എന്ന് പറയും. ഒരിക്കലും നമ്മൾ 2 മണിക്കൂർ മുതൽ എന്ന് പറയാറില്ല. അപ്പൊ 4 ആണ് കേട്ടോ യൂസ് ചെയ്യാം. I had been learning English for 2 hours. Studying പറയാം. പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ studying പറയാം, learning പറയാം, എന്തുകൊണ്ടും പറയാം. കേട്ടോ. I had been studying or learning English for 2 hours. Okay. Next, അവൾ അല്ല ഞങ്ങൾ അരമണിക്കൂറായിട്ട് ബസ് കാത്ത് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു? ഇവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ. എന്തിനു വേണ്ടി? ക്വസ്റ്റ്യൻ ആവശ്യമുണ്ടോ എന്ന് നോക്കുക. കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് എഴുതാം. ഇപ്പൊ അച്ഛ 2 പേര് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. We had been waiting for the bus for half an hour or 30 minutes. എന്തുകൊള്ളു? We had been waiting for the bus. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. For the bus. ഫോറിന് 2 മീനിങ് ഉണ്ട്. ഒന്ന് വേണ്ടി അല്ലെങ്കിൽ ഒരെണ്ണം ആയിട്ട് അല്ലെ? അത് 2 അവിടെ ആവശ്യമാണ്. ഈ സെന്റൻസിൽ 2 ആവശ്യമാണ് അല്ലെ? അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപോസിഷൻ for ആണ്. So we had been waiting for the bus for 30 minutes or half an hour. Okay, clear? Yeah. Moving on, the next sentence is അവൾ വൈകുന്നേരം 5 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വൈകുന്നേരം 5 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വൈകുന്നേരം 5 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. It's a present, sorry, it's a past perfect continuous tense. Structure, subject plus, had plus, been plus, verb plus, ing. Okay? Past perfect continuous tense. അവൾ വൈകുന്നേരം 5 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടിന്യൂസ് പ്രോസസ് ആണ്, പക്ഷെ കഴിഞ്ഞു പോയൊരു കാര്യമാണ്. past tense ആണ്. ഓക്കെ,
So answer preposition ഉണ്ട്. ശ്രദ്ധിക്കുക, ഇത് preposition ആണ് നോക്കുക. Yeah, she had been cooking. She had been cooking. എന്താണെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ? കുക്കിംഗ് എന്താണെന്ന് പറഞ്ഞില്ല. കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞു. അപ്പോ she had been cooking since 5 p.m. or 5 o'clock. പക്ഷെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവൾ വൈകുന്നേരം 5 മണി എന്നാ പറഞ്ഞു. വൈകുന്നേരം 5 മണി എന്ന് പറയുമ്പോൾ since 5 p.m. എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ലത്. ഈവനിങ് 5 o'clock എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. She had been cooking since evening 5 o'clock or she had been cooking since 5 p.m. എന്ന് പറയാം, മിസ്റ്റേക്ക് ഒന്നുമില്ല. 5 o'clock എന്ന് പറയുമ്പോ അവിടെ വൈകുന്നേരം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല അല്ലെ. വൈകുന്നേരം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വൈകുന്നേരം എന്ന് മനസ്സിലാവട്ടെ. 5 മണി എന്ന് പറയുമ്പോൾ നമുക്ക് ഏർലി മോർണിംഗ് പറയാം, ഈവനിങ്ങും പറയാം. അപ്പൊ കറക്റ്റ് ആയിട്ട് അവിടെ ഏത് 5 o'clock ആണെന്ന് മെൻഷൻ ചെയ്യണം. അപ്പൊ ഒന്നിലേക്ക് 5 p.m. ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഈവനിങ് എന്ന് കൊടുക്കാം. എന്നാൽ മാത്രം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ she had been cooking since 5 o'clock or evening 5 o'clock എന്ന് പറയും. നെക്സ്റ്റ്, അവർ ഇന്നലെ സ്കൂളിൽ പോയി. അവർ ഇന്നലെ സ്കൂളിൽ പോയി. അവർ ഇന്നലെ സ്കൂളിൽ പോയി. Yeah, they went to school yesterday പറയാം. They went to school yesterday പറയാം, അല്ലെങ്കിൽ yesterday they went to school എന്ന് പറയാം. തെറ്റൊന്നുമില്ല കേട്ടോ. yesterday ബാക്കിലോ ഫ്രണ്ടിലോ വന്നെന്ന് പറഞ്ഞ് തെറ്റൊന്നുമില്ല, കറക്റ്റ് ആണ് കേട്ടോ. They went school yesterday or yesterday they went school. നെക്സ്റ്റ്, അവൾ നാളെ ഓഫീസിൽ ഞാൻ നാളെ ആ സിനിമ കാണും. ഞാൻ നാളെ ആ സിനിമ കാണും. ഞാൻ നാളെ ആ സിനിമ കാണും. Yes. I will watch that movie tomorrow. I will watch that movie tomorrow. I will watch that movie tomorrow. Yeah, correct. Next, അവൾ നാളെ ഓഫീസിലായിരിക്കും. അവൾ നാളെ ഓഫീസിലായിരിക്കും. പെട്ടെന്ന് പോവാണ് കേട്ടോ, ടൈം കഴിയാറായി. പെട്ടെന്ന് പോവാണേ. അവൾ നാളെ ഓഫീസിലായിരിക്കും. ഇതിന്റെ ഈ നോട്ടും ഇതിന്റെ ആൻസറും ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അവൾ നാളെ ഓഫീസിലായിരിക്കും എന്ന് പറയുമ്പോ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. She will be at office tomorrow. She will be at office ആണ് കേട്ടോ, ഇന്നല്ല at. She will be at the office tomorrow. She will be at the office tomorrow. Next, അവൾ അത്താഴം പാചകം ചെയ്തിട്ടുണ്ടാകും. അവൾ അത്താഴം പാചകം ചെയ്തിട്ടുണ്ടാകും. അവൾ അത്താഴം പാചകം ചെയ്തിട്ടുണ്ടാകും. അവൾ അത്താഴം പാചകം ചെയ്തിട്ടുണ്ടാകും. പറയൂ, ചെയ്തിട്ടുണ്ടാകും എന്നാ പറയുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. സബ്ജക്ട് പ്ലസ് ഡു പ്ലസ് ഹാവ് പ്ലസ് V3. She will have cooked dinner. Yeah, she will have cooked dinner. Correct ആണ്. നെക്സ്റ്റ്, അവൾ ജപ്പാൻ വിട്ട് പോയിട്ടുണ്ടാകും. അവൾ ജപ്പാൻ വിട്ട് പോയിട്ടുണ്ടാകും. അവൾ ആണ് അല്ലെ, അവൾ ജപ്പാൻ വിട്ട് പോയിട്ടുണ്ടാകും. She will have left Japan. She will have left Japan. She will have left Japan. Yeah. അവൻ അവിടെ എത്തിയിട്ടുണ്ടാകും. അവൻ അവിടെ എത്തിയിട്ടുണ്ടാകും. അവൻ അവിടെ എത്തിയിട്ടുണ്ടാകും. Yeah. He will have reached there. He will have reached there. Correct ആണ്.
Then അവൻ നാളെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവൻ നാളെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. Future perfect continuous ആണ്. He will have been studying English tomorrow. He will have been learning English tomorrow. Studying English tomorrow. നാളെയാണ് അല്ലെ? നെക്സ്റ്റ്, അവർ നിന്നെ രാവിലെ മുതൽ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. അവർ നിന്നെ രാവിലെ മുതൽ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. Okay. They will have been waiting for you since morning. They will have been waiting for you since morning. They will have been waiting for you since morning. Okay. Then അവൾ വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവൾ വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. She will have been traveling by plane. She will have been traveling by plane. Okay. മാക്സിമം പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഓക്കെ. ഇതിന് 2 നോട്ടും ആൻസറും ക്വസ്റ്റ്യൻ ആൻസറും ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ നിങ്ങൾ ചെയ്യുന്ന ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്ന് ഇംഗ്ലീഷിൽ പറയണം. നെക്സ്റ്റ് ക്ലാസ്സിൽ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് എക്സാക്ട് ആ കാര്യം തന്നെ പറയണമെന്നില്ല കേട്ടോ. ഇമാജിനേഷൻ ആകാം, പക്ഷെ പറയുന്നത് ആ രീതിയിൽ തന്നെ ആയിരിക്കണം. ഇമാജിൻ ചെയ്ത് ഒതുക്കി എങ്ങനെ വേണമെങ്കിലും പറയാം. ആ സെയിം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയണമെന്നൊരു നിർബന്ധമില്ല. ഇമാജിനേഷനിലൂടെ പറയാം. ഫസ്റ്റ് എണീക്കുന്നത് മുതൽ കിടക്കുന്ന വരെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പറയണം എല്ലാവരും. ഓക്കെ. ഒരു പ്രസന്റേഷൻ പോലെയാണ്. മാക്സിമം നല്ല പ്രസന്റ് ചെയ്യാൻ നോക്കാം. എല്ലാവരും നോക്കിയിട്ട് വരാം. ഓക്കെ. ക്ലിയർ ആണല്ലോ? ഈ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. മറക്കരുത്. എന്തായാലും നിങ്ങൾ പ്രസന്റ് ചെയ്തേ പറ്റൂ കേട്ടോ. ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ ആണോ? Yes, miss. യെസ്. എല്ലാവരും ചെയ്യില്ലേ? ഷുവർ ആണോ? Yes, ma'am. ഇതാണ് എസ് പറയാൻ മടി. എന്താ നെക്സ്റ്റ് എങ്കിലും ചെയ്യൂ. എസ് നെക്സ്റ്റ് എങ്കിലും ചെയ്യൂ. Yes, ma'am. ഓക്കെ. റെഡി? അപ്പൊ ഒരു റൊട്ടീൻ പോലെ കേട്ടോ. ഡെയിലി ചെയ്യുന്ന ഒരു റൊട്ടീൻ എന്തൊക്കെയാണ് ഒരുപാട് എഴുതാം. കുറച്ച് മാത്രം എഴുതിക്കൊണ്ട് വരരുത്. ഒരുപാട് എഴുതാം. എല്ലാവരും പ്രസന്റ് ചെയ്യാം. ഓക്കെ. യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. മാക്സിമം എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. So നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. Let's wind up today's class. Okay. Yeah. Thank you so much. See you on the next class. Okay. Okay, ma'am. Thank you very much.